നിരവധി പോഷക ഔഷധ ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ ഒന്നാണ് ഗുവ എന്ന പേരിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന പേരയ്ക്ക എന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. എന്നാൽ ഇന്ന് ലോകമാകമാനം വളരെ വേഗത്തിൽ കൂടി വരുന്ന ജീവിതശൈലി രോഗമെന്ന് വിശേഷിപ്പിക്കുന്ന ഡയബറ്റീസ് അഥവാ പ്രമേഹത്തെ നിയന്ത്രിച്ചു നിർത്തുന്നതിനുള്ള ഒരു ഉത്തമ ഔഷധമായും പേരയ്ക്ക ഉപയോഗിക്കാമെങ്കിലോ എങ്ങനെയെന്നല്ലേ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ പോകുന്നതും ഇതുതന്നെയാണ്. അപ്പോൾ അധികം സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സ്ക്രീനിന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷനും കൂടി ഇനേബിൾ ആക്കി നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാവാൻ മറക്കല്ലേ. ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം. ഉപാപചയ വൈകല്യങ്ങളുടെ ഒരു കൂട്ടമാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്നറിയപ്പെടുന്ന പ്രമേഹമെന്ന് നമുക്കെല്ലാം അറിയാം. ശരീരത്തിലെ ഒട്ടുമിക്ക അവയവങ്ങളുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്ന ഒരു ഗുരുതര രോഗമായ ഈ ഡയബറ്റീസിനെ നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ടുപോയില്ലെങ്കിൽ വളരെയധികം അപകടമാണ്. അതിനാൽ തന്നെ പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്തുന്നതിനായി മെറ്റ്ഫോർമിൻ പോലുള്ള മരുന്നുകളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള മരുന്നുകളുടെ ദീർഘകാല ഉപയോഗം മറ്റു പലവിധ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും അതുപോലെ ഈ മരുന്നിലുള്ള ചില കണ്ടന്റുകൾ ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമായേക്കാമെന്ന കാരണത്താൽ ചില രാജ്യങ്ങളിൽ ഇതിൻ്റെ ഉപയോഗം നിർത്തിവെച്ചതും വാർത്തകളിലൂടെ നാമെല്ലാം അറിഞ്ഞത് ഇവയുടെ തുടർന്നുള്ള ഉപയോഗം ആശങ്കാജനകമാക്കുന്നു. അതിനാൽ ഇത്തരം മരുന്നുകളുടെ ഡോസെങ്കിലും പരമാവധി കുറച്ചു കൊണ്ടുവരിക എന്നതാണ് പിന്നീടുള്ള ഒരു മാർഗമെന്നത്. തികച്ചും പ്രകൃതിദത്തപരമായി ഇതിനു സഹായിക്കുന്ന ഒരു മാർഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. പ്രമേഹ രോഗികൾ ഉൾപ്പെടെ എല്ലാവർക്കും കഴിക്കാവുന്ന ഒന്നാണ് പേരയ്ക്കയെന്ന് നമുക്കെല്ലാം അറിയാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും പ്രമേഹത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിന് സഹായിക്കുമെന്നും നമുക്കറിയാം. അധികം പഴുക്കാത്ത പേരയ്ക്ക ആവണം ഒരു ഭക്ഷണമെന്ന രീതിയിൽ പ്രമേഹ രോഗികൾ കഴിക്കേണ്ടത്. എന്നാൽ ഈ വീഡിയോയുടെ തമ്പനയിലിൽ കണ്ടതുപോലെ പ്രമേഹത്തെ നിയന്ത്രിക്കാനായി പേരയ്ക്ക കഴിക്കേണ്ടതിൽ ചില പ്രത്യേകതകളുണ്ട്. അതല്ലെങ്കിൽ ഇതിനായി പേരയ്ക്ക നേരിട്ട് കഴിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ഇതിനായി ചെയ്യേണ്ടത് ഇതുപോലുള്ള കുറച്ച് പൊട്ടുപേരയ്ക്ക പറിച്ചെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. അതായത് ചുരുക്കത്തിൽ പഴുത്തതോ മൂത്തതോ ആയ പേരയ്ക്കയല്ല ഇതിനായി വേണ്ടത്, ഇതേ രീതിയിൽ മൂക്കാത്ത പേരയ്ക്കയാണ് ഇതിനായി എടുക്കേണ്ടത്. ഇനി ചെയ്യേണ്ടത് ഇങ്ങനെ പറിച്ചെടുത്ത് ഈ പേരയ്ക്ക ഇതുപോലുള്ള ഇടികല്ലിലിട്ട് ഇതേ രീതിയിൽ നന്നായി ഒന്ന് ചതച്ചെടുക്കുക എന്നതാണ്. അതിനുശേഷം ഒരു ജ്യൂസ് ഗ്ലാസ്സിൽ ശുദ്ധമായ കുടിവെള്ളമെടുത്ത് അതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഈ പൊട്ടുപേരയ്ക്ക ഇട്ട് കൊടുക്കുക. ഇനി വെള്ളത്തിൻ്റെ അളവായി പറയുകയാണെങ്കിൽ ഏകദേശം 250 ml വെള്ളമാണ് ഇതിനായി എടുക്കേണ്ടത്. ജ്യൂസ് ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഏകദേശം അത്രത്തോളം വരും. ജ്യൂസ് ഗ്ലാസ് ഇല്ലാത്തവർക്ക് വെള്ളത്തിൻ്റെ അളവ് മനസ്സിലാക്കാൻ ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ഇനി ചെയ്യേണ്ടത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു ചെറിയ അടപ്പ് കൊണ്ട് മൂടി ഒരു രാത്രി മുഴുവൻ ഇതങ്ങനെ അനക്കാതെ വെക്കുക. അതിനുശേഷം പിറ്റേ ദിവസം അതിരാവിലെ ഇതെടുത്ത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം പേരയ്ക്ക ചതച്ചിട്ട ഈ വെള്ളം എടുത്ത് വെറും വയറ്റിൽ കുടിക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതോടൊപ്പം തന്നെ ഒരു പഴുക്കാത്ത പേരയ്ക്ക കൂടി കഴിക്കാവുന്നതുമാണ്. ഇങ്ങനെ ഈ പേരയ്ക്ക ചതച്ചിട്ട വെള്ളം തുടർച്ചയായി കുടിക്കുന്നതിലൂടെ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണാതീതമായി വരികയും അതിനനുസരിച്ച് നിങ്ങൾ മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിൽ മരുന്നിൻ്റെ അളവ് ക്രമേണ കുറച്ചു കൊണ്ടുവരുന്നതിനും അതിലൂടെ അധികമായി മരുന്ന് കഴിച്ചുണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ ഒഴിവാക്കാനും സാധിക്കുന്നതാണ്. ആരോഗ്യ ഗുണങ്ങൾക്ക് പേരുകേട്ട പേരയ്ക്ക രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് ഇനി നോക്കാം. പേരയ്ക്കയിൽ ഡയറ്ററി ഫൈബർ, പ്രത്യേകിച്ച് ലയിക്കുന്ന നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തപ്രവാഹത്തിലെ പഞ്ചസാരയുടെ ആഗിരണത്തെ മന്ദഗതിയിലാക്കാൻ സഹായിക്കുന്നു. അതുവഴി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നത് തടയുന്നതിന് സഹായകമാകുന്നു. മാത്രമല്ല പേരയ്ക്ക കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയുള്ള ഒന്നാണ്. അതായത് ഇത് പഞ്ചസാരയെ കൂടുതൽ സാവധാനത്തിൽ മാത്രമേ രക്തപ്രവാഹത്തിലേക്ക് കടത്തിവിടുന്നുള്ളൂ. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്നു. അതുപോലെ വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒന്നാണ് പേരയ്ക്ക എന്നത്. പേരയ്ക്കയിൽ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുമുണ്ട്. അതിനാൽ തന്നെ ഇൻസുലിൻ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ സഹായിക്കും. കൂടാതെ പേരയ്ക്കയിലെ ഫ്ലവനോയിഡുകളും പോളിഫിനോളുകളും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. അതുപോലെ പേരയ്ക്കയിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിലും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിലും ഒരു പങ്ക് വഹിക്കുന്നു. പേരയ്ക്കയിൽ കാണപ്പെടുന്ന ഒരുതരം ലയിക്കുന്ന നാരായ പെക്റ്റിൻ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിൽ കാര്യമായ പങ്ക് വഹിക്കും. ദഹനപ്രക്രിയയെ മന്ദഗതിയിലാക്കുന്ന ഗ്യാസ്ട്രിക് ശൂന്യമാക്കൽ വൈകിപ്പിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് ഈ മന്ദഗതിയിലുള്ള ദഹനം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ പ്രകാശനവും ആഗിരണവും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അതിവേഗം ഉയരുന്നത് തടയുന്നു. അതിനാൽ തന്നെ പെക്റ്റിൻ അടങ്ങിയ പേരയ്ക്ക ചതച്ചിട്ട് ഈ വെള്ളം ഉപയോഗിക്കുന്നതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ മികച്ച നിയന്ത്രണത്തിന് കാരണമാകും. സാധാരണക്കാർക്കിടയിൽ ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാരയുടെ അസുഖമെന്ന് പൊതുവെ അറിയപ്പെടുന്ന ഈ രോഗാവസ്ഥ ഇന്ന് ചെറുപ്പക്കാർക്കിടയിൽ പോലും വളരെ വ്യാപകമാണ്. ഇടയ്ക്കിടെയുള്ള മൂത്രമൊഴിക്കൽ, വർദ്ധിച്ച ദാഹവും വിശപ്പും, ക്ഷീണം,
മധുരത്തോടുള്ള ആസക്തി, മുറിവുണങ്ങാൻ താമസം, ലൈംഗിക ശേഷിക്കുറവ്, ലൈംഗിക താൽപ്പര്യക്കുറവ് എന്നീ ലക്ഷണങ്ങളോടുള്ള ഈ ഡയബറ്റീസ് ചികിത്സിച്ചില്ലെങ്കിൽ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. അതിനാൽ ഡയബറ്റീസ് ഉള്ളവർ ദിവസവുമുള്ള ആഹാര രീതിയുടെ ഒരു ഭാഗമായി ഈ പേരയ്ക്ക വെള്ളവും ഒപ്പം പഴുക്കാത്ത ഒരു പേരയ്ക്കയും നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക വഴി ലഭിക്കുന്ന അത്ഭുത ഗുണങ്ങളെയും അതിനായി പേരയ്ക്ക എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നീ കാര്യങ്ങളെയെല്ലാം കുറിച്ച് വിശദമാക്കിയ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും ഉപകാരപ്രദമായെന്നും വിശ്വസിക്കുന്നു. ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നമ്മുടെ ഈ ചാനൽ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. കൂടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാക്കാൻ ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. മേക്ക് ഫിറ്റ് ആൻഡ് സ്റ്റേ ഹെൽത്തി. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് മൈ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും 1000 സ്നേഹത്തോടു കൂടി ഗുഡ് ബൈ. ഇറ്റ്സ് മീ യുവർ ഓൺ സജോയ്.